പെരും തേനീച്ച ഭീഷണിയെ തുടർന്ന് രാജകുമാരിയിൽ 40ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. രാജകുമാരി എസ്റ്റേറ്റ് കോളനിയിലെ കുടുംബങ്ങളെയാണ് ക്യാമ്പിലേക്ക് മാറ്റിയത്. കോളനിക്ക് സമീപത്തെ വൻമരത്തിലുള്ള പെരുന്തേനീച്ച കൂടുകൾ ഒഴിവാക്കാൻ പഞ്ചായത്ത് നടപടി സ്വീകരിച്ചു. വൻമരത്തിൽ തൂങ്ങിക്കിടക്കുന്ന പെരുംതേനീച്ച കൂടുകൾ മൂലം ഭീതിയിലായിരുന്നു ഖജനാപ്പാറ രാജകുമാരി എസ്റ്റേറ്റ് നിവാസികളുടെ ജീവിതം. ശക്തമായ കാറ്റ് വീശിയാൽ പോലും ആക്രമണമുണ്ടാകുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. നിലവിൽ ഇവിടുത്തുകാരെ രാജകുമാരി കമ്മ്യൂണിറ്റി ഹാളിലേക്കാണ് മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമാ ബിജു പറഞ്ഞു. രാജകുമാരി എസ്റ്റേറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മരത്തിൽ ഏകദേശം 40ഓളം തേനീച്ചകൾ കൂടുകൂട്ടിയിട്ടുണ്ട്. അപ്പോൾ തേനീച്ച ഇപ്പോൾ വേനൽക്കാലമായപ്പോൾ തേനീച്ചകൾ ഇളകി അവിടെ അടുത്തടുത്ത് വീടുകളുള്ള ഏകദേശം 40ഓളം വീടുകൾ തൊട്ടടുത്തടുത്തായിട്ട് താമസിക്കുന്ന ആളുകളാണ്. നിരവധി കൊച്ചുകുട്ടികളടക്കമുള്ള ആളുകളെ കടിക്കുകയും ഉപദ്രവിക്കുകയും അതോടൊപ്പം തന്നെ വളർത്തുമൃഗങ്ങളെയൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു സാഹചര്യത്തിൽ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ആളുകളെ അവിടെ നിന്ന് മാറ്റി താമസിപ്പിച്ച് തേനീച്ചകളെ സ്ഥലത്തുനിന്ന് ഒഴിവാക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടന്നു വരികയാണ്. 3 വർഷം മുൻപ് തേനീച്ച ആക്രമണത്തിൽ പ്രദേശവാസി ചെല്ലാണ്ടി കറുപ്പൻ മരിക്കുകയും ഒട്ടേറെ ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. മാസങ്ങൾക്ക് മുൻപ് 1.5 വയസ്സുകാരനെയും തേനീച്ച ആക്രമിച്ചു. തേനീച്ച ശല്യം മൂലം വളർത്തുമൃഗങ്ങളെ വളർത്താൻ പോലും ഇവിടെയുള്ളവർക്ക് കഴിഞ്ഞിരുന്നില്ല. രാത്രി സമയത്ത് വീടുകളിൽ ലൈറ്റ് തെളിച്ചാലും തേനീച്ചകൾ ഇരമ്പിയെത്തിയിരുന്നതായി കുടുംബങ്ങൾ പറഞ്ഞു. ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ട് ഭയങ്കരമായിട്ട്. രാവിലെ ലൈറ്റ് ഇടുമ്പോൾ താഴത്തുള്ള വീട്ടിലേക്ക് എല്ലാം വരും. ഇപ്പം മേലിലുള്ള വീട്ടുകളൊക്കെ വരാൻ തുടങ്ങി. ലൈറ്റ് ഇടാൻ പറ്റത്തില്ല. വൈകുന്നേരം 2-3 മണിയായ വരട്ടിട്ട് എല്ലാവരും കൊത്തിയിട്ട് പേടിയായിട്ട് ലൈറ്റ് പോലും ഇടുന്നില്ല. ഭക്ഷണത്തിനകത്തും വെള്ളത്തിനകത്തും വണ്ടി ഒന്ന് നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാത്തിലും തേനീച്ചയുടെ ഭയങ്കര ശല്യമായിരുന്നു ഈ കുറേ വർഷങ്ങളായിട്ട്. അപ്പോൾ ഇപ്പോൾ ശല്യം ഒത്തിരി വന്നപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ പരാതി കൊടുത്തായിരുന്നു. അതേസമയം കോളനിക്ക് സമീപത്തെ വൻമരത്തിലുള്ള പെരുന്തേനീച്ച കൂടുകൾ ഒഴിവാക്കാൻ രാജകുമാരി പഞ്ചായത്ത് നടപടി സ്വീകരിച്ചു. വനം, അഗ്നിശമന സേനാ വിഭാഗങ്ങളുടെ സഹായത്തോടെയാണ് ഉദ്യമം നടപ്പിലാക്കുക. തേനെടുക്കാൻ വിദഗ്ധരായ മന്നാൻ സമുദായത്തിൽപ്പെട്ടവരുടെ സഹായത്തോടെ മുഴുവൻ തേനും ശേഖരിക്കും. തുടർന്ന് മരക്കൊമ്പുകൾ മുറിച്ചു മാറ്റും. കൂടുകൾ പൂർണ്ണമായും നീക്കുന്നതുവരെ പ്രദേശവാസികൾ ക്യാമ്പിൽ തുടരും. തേനീച്ചക്കൂടുകൾ നീക്കം ചെയ്യണമെന്ന വർഷങ്ങളായി നാട്ടുകാർ ഉന്നയിക്കുന്ന ആവശ്യത്തിനാണ് ഒടുവിൽ പരിഹാരമാകുന്നത്.